കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പൊതുയോഗ യാത്ര സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡും തോടൊപ്പം തന്നെ കണ്ണൂരും മലയോര കർഷകന്റെ ഹൃദയസ്പന്ദനം തൊട്ടറിഞ്ഞ വയനാട് ജില്ലയിലെയും പര്യടനം പൂർത്തിയാക്കി മലബാറിന്റെ ആസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന കോഴിക്കോട് ജില്ലയിൽ പര്യടനം തുടരുകയാണ്. പിന്നിട്ട സ്വീകരണ കേന്ദ്രങ്ങളിലെല്ലാം പതിനായിരങ്ങളാണ് വി.ഡി. സതീശനെ കാണാനും അദ്ദേഹത്തിന്റെ പ്രസംഗം ശ്രവിക്കാനുമായി എത്തിച്ചേർന്നത്. കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കും അനുകൂലമായി ഒരു കാറ്റു വീശുന്നതിന്റെ സൂചനയാണ് പ്രതിപക്ഷ നേതാവിന്റെ യാത്രയിലെ ജനപങ്കാളിത്തമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. കേരളത്തിലെ ഒരു സ്വകാര്യ ദൃശ്യമാധ്യമം നടത്തിയ സർവേയിൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും അധികാരത്തിൽ വരുമെന്ന സൂചനയാണ് ലഭിക്കുന്നത്. ചില ദേശീയ മാധ്യമങ്ങൾ അടക്കം നടത്തിയ സർവേയിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്കും കോൺഗ്രസിനും അനുകൂലമായിരിക്കും കേരളത്തിലെ ജനവിധി എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഒരു കോൺഗ്രസുകാരൻ കടന്നു വരുന്നതിന്റെ ആവേശത്തിലാണ് കേരളത്തിലെമ്പാടുമുള്ള കോൺഗ്രസ് പ്രവർത്തകരെന്നാണ് യാത്രയിൽ എത്തിച്ചേരുന്ന ജനങ്ങളുടെ എണ്ണം സൂചിപ്പിക്കുന്നത്. വി.ഡി. സതീശൻ മാത്രമല്ല, മറ്റ് ഐക്യ ജനാധിപത്യ മുന്നണി നേതാക്കന്മാരും ഈ യാത്രയിൽ ഭാഗമാകുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി ലക്ഷ്യം വെക്കുന്ന 100+ സീറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് താഴെത്തട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബൂത്ത് തലങ്ങളിലുള്ള പ്രവർത്തകന്മാർ സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് ഒഴുകിയെത്തുമ്പോൾ ഇതെല്ലാം വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞാൽ 100+ എന്ന UDFന്റെ മോഹം പൂവണിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അവരുടെ യാത്രയുമായി കടന്നു പോവുകയാണ്. 2 യാത്രകളും കേരളത്തിന്റെ മനസ്സിൽ ഇടം പിടിച്ചെന്നാണ് 2 മുന്നണി നേതാക്കന്മാരും അവകാശപ്പെടുന്നത്. വിശദമായി പരിശോധിക്കാം. വി.ഡി. സതീശന്റെ യാത്രയിലൂടെ കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കും നവചൈതന്യം പകരുന്നുണ്ടോ? സ്വീകരണ കേന്ദ്രങ്ങളിലെ ആൾക്കൂട്ടം എന്തിന്റെ സൂചനയാണ്? വരും ദിവസങ്ങളിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ ഏകോപനം ഏതു തരത്തിലായിരിക്കും? സൗവർണിക PS ആണ് കൂടെയുള്ളത്. അതായത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ച് മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ച കാസർഗോഡ് ജില്ലയിലെ എല്ലാ സ്വീകരണങ്ങളിലും മഞ്ചേശ്വരം, തൃക്കരിപ്പൂര്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, ഉദുമ 5 നിയോജക മണ്ഡലങ്ങളിലെയും കണ്ണൂർ ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളും സ്വീകരണങ്ങൾ കഴിഞ്ഞ വയനാട്ടിലെ കൽപ്പറ്റയിലും മാനന്തവാടിയിലും സുൽത്താൻ ബത്തേരിയിൽ ലഭിച്ച പ്രൗഢോജ്വല സ്വീകരണം ഏറ്റുവാങ്ങി കോഴിക്കോട്ടേക്ക് കടന്നിരിക്കുന്നു. കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി ഉൾപ്പെടെയുള്ള സ്വീകരണ കേന്ദ്രങ്ങളിൽ പതിനായിരങ്ങളാണ് ജാഥാ നായകനെ കാണാനും പ്രസംഗം കേൾക്കാനുമായി എത്തിയിരിക്കുന്നത്. ഐക്യ ജനാധിപത്യ മുന്നണി കേരള രാഷ്ട്രീയത്തിൽ കേരളത്തിന്റെ ഭരണശിലാ കേന്ദ്രത്തിലേക്ക് തിരിച്ചുവരവിന്റെ കാഹളം മുഴക്കുന്നുവെന്ന് തന്നെ രാഷ്ട്രീയ നിരീക്ഷകന്മാർ പറയുന്നു. മൂന്നാമതൊരു ഇടതുമുന്നണി ഭരണം വേണ്ടെന്ന് ഇടത് സാംസ്കാരിക നായകന്മാരായ എന്നും CPM-നോട് ചേർന്ന് നിന്നിട്ടുള്ള സച്ചിദാനന്ദനെ പോലെയുള്ള സാറാ ജോസഫിനെ പോലുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, പരസ്യമായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഐക്യമുന്നണി വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഐക്യമുന്നണി മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടർഭരണത്തിന് വേണ്ടി കച്ചകെട്ടിയാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. എന്തായാലും യാത്രയിൽ കാണുന്ന ജനങ്ങളുടെ ഒരു എണ്ണം, അല്ലെങ്കിൽ യാത്രയിലെ ജനപങ്കാളിത്തം, യാത്രയുടെ സ്വീകാര്യത കോൺഗ്രസ് അനുകൂലമായ ഒരു വിധിയെഴുത്ത് കേരളത്തിൽ ഉണ്ടാകുമെന്നതിന്റെ അരക്കിട്ടുറപ്പിക്കുന്ന സൂചനയാണെന്നാണ് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല, മുസ്ലിം ലീഗിന്റെയും കേരള കോൺഗ്രസിന്റെയും RSPയുടെയും അടക്കം പ്രവർത്തകന്മാർ യാത്രയുടെ സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് ഒഴുകിയെത്തുകയാണ്. മലബാറിൽ കോൺഗ്രസിനെ പോലെ തന്നെ പല മണ്ഡലങ്ങളിലും മുസ്ലിം ലീഗിനും ശക്തിയുണ്ട്. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെത്തുന്നു. തീപ്പൊരി പ്രാസംഗികർ ഈ പൊതുസമ്മേളന വേദികളിൽ പ്രസംഗം കൊണ്ട് വിസ്മയം തീർക്കുകയാണ്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾ ശക്തമായ വെയിലിനെ പോലും അവഗണിച്ച് ഉച്ചയ്ക്ക് 1 മണിക്കും 12 മണിക്കൊക്കെ നടക്കുന്ന സ്വീകരണ സമ്മേളനത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ഇന്ന് രാവിലെ 10 മണിക്ക് കുറ്റ്യാടിയിൽ എത്തിച്ചേരേണ്ടിയിരുന്ന പ്രതിപക്ഷ നേതാവ് 11:30 കുറ്റ്യാടിയിലേക്ക് എത്തുന്നത്. 11:30 കുറ്റ്യാടി ബസ് സ്റ്റാൻഡിനടുത്തുള്ള വേദിയിൽ കത്തുന്ന വെയിലിനെ പോലും അവഗണിച്ച് സ്ത്രീകളടക്കമുള്ള ആളുകൾ ആ സമയത്ത് ആ പരിപാടി വീക്ഷിക്കാനും വി.ഡി. സതീശന്റെ പ്രസംഗം കേൾക്കാനും എത്തിയിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ തവണ കപ്പിനും ലിപ്പിനും ഇടയിൽ നഷ്ടമായ കുറ്റ്യാടി മണ്ഡലം ഇത്തവണ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് കുറ്റ്യാടിയിൽ ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുറ്റ്യാടി മാത്രമല്ല, കഴിഞ്ഞ തവണ കുറ്റ്യാടിക്ക് അപ്പുറം നഷ്ടപ്പെട്ട നാദാപുരവും ഇപ്പുറത്തെ പേരാമ്പ്രയും അടക്കമുള്ള മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് ഐക്യ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിക്കുകയാണ്. കുറ്റ്യാടി പോലെയുള്ള പ്രദേശങ്ങളിലേക്ക് ഒരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകൾ അടക്കം ഒഴുകിയെത്തുമ്പോൾ അത് കേരള രാഷ്ട്രീയത്തിൽ ഒരു മാറ്റത്തിന്റെ കാറ്റ് വീശുന്നു. മാറ്റത്തിന്റെ കാറ്റിന്റെ ഗതിവിഗതികൾ ഐക്യ ജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും തീരുമാനിക്കുമെന്നതിന്റെ സൂചന തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ യാത്ര തിരുവനന്തപുരത്ത് സമാപനം കുറിക്കുമ്പോൾ പുത്തരിക്കണ്ടം മൈതാനത്ത് പതിനായിരങ്ങളെ സാക്ഷി നിർത്തി വി.ഡി. സതീശന്റെ പൊതുയോഗ യാത്ര സമാപിക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ മറ്റൊരു അധ്യായത്തിന് തുടക്കം കുറിക്കുമെന്നാണ് UDF നേതാക്കന്മാർ പറയുന്നത്. സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസിന്റെ എല്ലാം അതിന്റെ സ്ഥാനാർത്ഥി നിർണയ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.
ലഭ്യമായ വിവരമനുസരിച്ച് സിറ്റിംഗ് MLA-മാരിൽ ഒരാൾ ഒഴികെ മുഴുവൻ ആളുകൾക്കും സീറ്റ് കൊടുക്കുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പാർട്ടിയിൽ നിന്ന് പടിയടച്ച് പിണ്ടം വച്ചവനെ ഒഴികെ ബാക്കി എല്ലാവരെയും ചേർത്ത് നിർത്തും. അവരെ സിറ്റിംഗ് MLA-മാർക്ക് ഇത്തവണ സീറ്റ് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും കോൺഗ്രസ് ഒരു വലിയ ലക്ഷ്യവുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ യാത്ര നൽകുന്ന പുതുയുഗ യാത്ര നൽകുന്ന ഊർജം വലുതല്ലേ? പുതുയുഗ യാത്ര നൽകുന്ന ഊർജം കേരളത്തിനും കോൺഗ്രസിനും പുതു ഊർജം തന്നെയാണ്. 10 വർഷത്തെ ഭരണത്തിനൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന എന്ന വിശ്വാസത്തിലാണ് ഇപ്പോഴും കോൺഗ്രസും UDF-ഉം ഒക്കെ. രാഷ്ട്രീയ കേരളം പോലും വിശ്വസിച്ചിരുന്നില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ കേരളം പോലും ചിന്തിച്ചിരുന്നില്ല ഇത്രയും വലിയൊരു സ്വീകാര്യത ഈ യാത്രയ്ക്ക് ഉണ്ടാകുമെന്ന്. കാര്യം നമുക്കറിയാം, രണ്ട് മുന്നണികളുടെയും, ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും ഇടതുമുന്നണിയുടെയും യാത്രകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രത്തോളം ഒരു സ്വീകാര്യത കിട്ടുമെന്ന് കരുതില്ല. ചേട്ടൻ പറഞ്ഞതുപോലെ കോൺഗ്രസുകാർ, UDF-കാർ ഇതിനൊക്കെ അപ്പുറം നിഷ്പക്ഷരായ കുറച്ച് വോട്ടർമാരുണ്ടല്ലോ, അല്ലെങ്കിൽ എന്താണ് സാധാരണക്കാരായ ജനങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ വലിയ അന്ധമായ രാഷ്ട്രീയം അറിയാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഈ പുതുയുഗ യാത്രയിൽ കൂടുതലും പങ്കാളികളാകുന്നത്, പാർട്ടിക്കാർക്കപ്പുറം. അപ്പൊ അവരെല്ലാം മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. കേരളത്തിന്റെ മനസ്സ് കോൺഗ്രസിനൊപ്പമാണ്, അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു ട്രെൻഡ് നിലവിൽ കോൺഗ്രസിനൊപ്പമാണ്, അല്ലെങ്കിൽ UDF-നൊപ്പമാണെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം വ്യക്തമാക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ തവണ, അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കോൺഗ്രസിന് നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ UDF-ന്റെ കയ്യിൽ അടിയുറച്ചിരുന്ന സീറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവയെല്ലാം തിരിച്ചു പിടിക്കാൻ കഴിയും എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും കോൺഗ്രസിന് പുതുയുഗ യാത്ര ഒരു പുതിയ ഊർജം തന്നെയാണ് നൽകുന്നത്. എല്ലാവരും കോൺഗ്രസിനൊപ്പമാണ്, അല്ലെങ്കിൽ കേരളത്തിന്റെ മനസ്സ് കോൺഗ്രസിനൊപ്പമാണ് എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട് കാര്യങ്ങൾ. ഇതൊരു പുതുയുഗ യാത്ര എന്നതിനപ്പുറം ഒരു ജനസമ്പർക്ക പരിപാടിയായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ കാണാൻ കഴിയും. പണ്ട് ഉമ്മൻചാണ്ടി നടത്തിയ ജനസമ്പർക്ക പരിപാടിക്ക് കിട്ടിയ അതുപോലെ ഒരു സ്വീകാര്യതയാണ് ഇപ്പൊ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന ഈ ജാഥയ്ക്ക് കിട്ടുന്നത്. മറുവശത്ത് ഇടതുമുന്നണിയുടെ ജാഥ പരാജയപ്പെട്ടില്ലേ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ UDF-ന്റെ ഈ യാത്രയ്ക്ക് മുന്നിൽ ഇടതുമുന്നണിയുടെ യാത്ര പരാജയപ്പെട്ടോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. അതിന് CPM-ഉം CPI-യും ന്യായീകരിക്കുന്നത് വലിയ സ്വീകാര്യത കിട്ടുന്നുണ്ട് എന്നാണ്. പക്ഷെ ചേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളിപ്പോ ചാനലുകൾ തുറന്നാൽ പോലും വലിയ വാർത്ത എന്ന് പറയുന്നത് VD സതീശന്റെ യാത്രയാണ്. അത്രത്തോളം ഒരു സ്വീകാര്യത ഈ പറയുന്ന LDF-ന്റെ യാത്രയിൽ കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. അത് തന്നെ ആ യാത്ര പരാജയമാണെന്നതിന്റെ തെളിവല്ലേ? തീർച്ചയായും ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ VD സതീശന്റെ യാത്രകളിലേക്ക് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾ ഒഴുകിയെത്തുന്ന കാഴ്ച നമുക്ക് സ്വീകരണ കേന്ദ്രങ്ങളെല്ലാം കാണാൻ കഴിയുകയാണ്. കേരള വിദ്യാർത്ഥി യൂണിയന്റെ ഇന്ദ്രനീല പൊൻപതാക ഉൾപ്പെടെ കയ്യിലേന്തിക്കൊണ്ട് വിദ്യാർത്ഥികൾ ഈ യാത്രയെ സ്വീകരിക്കാൻ എത്തുകയാണ്. അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പരിചക്ര ത്രിവർണ്ണ പതാക കയ്യിലേന്തിക്കൊണ്ട് യുവാക്കൾ ഈ യാത്രയെ സ്വീകരിക്കാൻ എത്തുന്നു, മഹിളകൾ ഈ യാത്രയെ സ്വീകരിക്കാൻ എത്തുന്നു. അതാരും എന്താണ് ഈ പറയുന്ന പോലെ കോളേജുകൾ വിളിച്ച് നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, ആ പാർട്ടിയോടുള്ള, അല്ലെങ്കിൽ ഈ യാത്രയിൽ പങ്കെടുക്കണമെന്ന് അവരായി തോന്നി വരുന്നതല്ലേ. തീർച്ചയായും പിന്നിട്ട വഴികളിൽ പ്രൗഢോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി യാത്ര കടന്നു വരുമ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയിൽ വിശ്വസിക്കുന്ന ആളുകൾ മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ തങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് എന്ന തരത്തിൽ VD സതീശനെ നോക്കിക്കാണുന്നതിന്റെ പ്രതിഫലനം കൂടിയാണ് യാത്രയിലേക്ക് ഒഴുകിയെത്തുന്ന ആയിരങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലായിടങ്ങളിലും സംസ്ഥാന സർക്കാരിന്റെ ദുർഭരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉയർത്തുന്ന ആരോപണങ്ങൾ ഊന്നി പറഞ്ഞുകൊണ്ട് തന്നെ യാത്ര ഒരു തീർത്ഥയാത്ര പോലെ കടന്നു വന്ന് അത് അനന്തപത്മനാഭന്റെ മണ്ണിൽ സമാപനം കുറിക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതുയുഗം തുറക്കും, അല്ലെങ്കിൽ ഒരു പുതുയുഗം സൃഷ്ടിക്കാൻ കഴിയും എന്നാണ് കോൺഗ്രസിന്റെയും UDF-ന്റെയും പ്രതീക്ഷ. 2026 ഏപ്രിൽ 3-ാം വാരം നടക്കുന്ന, അല്ലെങ്കിൽ 4-ാം വാരം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുമായി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അധികാരത്തിലേക്ക് കടന്നു വരാനുള്ള പടിയാണ് ഈ യാത്ര എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. എന്തായാലും ഈ യാത്ര ഇപ്പോൾ 4-ാമത്തെ ജില്ലയിലാണ് പര്യടനം നടത്തുന്നത്. ഈ 4 ജില്ല, ഇനിയും 9 ജില്ലകൾ ബാക്കി നിൽക്കുകയാണ്. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് MLA-മാരില്ലാത്ത, അല്ലെങ്കിൽ വിരലിലെണ്ണാവുന്ന MLA-മാർ മാത്രമുള്ള കണ്ണൂരും കാസർഗോഡും കോഴിക്കോടും വലിയ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് യാത്ര കടന്നു വരുമ്പോൾ കേരളത്തിന്റെ ഭരണമാറ്റം ഉറപ്പാണ് എന്ന് തന്നെ നമുക്ക് വിളിച്ചോതുന്ന യാത്രയാണ് ഈ പുതിയ യാത്ര എന്ന് വിലയിരുത്താൻ കഴിയും.